ഹലോ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗിൻ്റെ സമയമൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും സുഖമായിരിക്കുന്നോ? അതേണ്ടോ നമ്മുടെ പശുക്കൾ നമ്മൾ വരുന്നത് നോക്കി നിൽക്കുക കേട്ടോ. അതെ, വെള്ളം നിൽക്കുന്നു, ഒന്നുമില്ല, കണ്ടില്ല, എല്ലാം ഉണങ്ങിക്കരിഞ്ഞു പോയി. വെള്ളം ഏതേ അവിടെ നിൽക്കുന്നു. നമ്മുടെ പ്രഗ്നൻ്റ് ആയവൾ ഇതേ ഇവിടെ നിൽക്കുന്നു. അവൾക്ക് ഒന്നും തിന്നാനില്ല, എല്ലാം കരിഞ്ഞ് ഉണങ്ങിപ്പോയി. പിന്നെ അതെ, 2 പേര് അവരെ നമ്മളെപ്പോഴും കെട്ടിയിടാറില്ലല്ലോ, അവരെങ്ങനെ അയച്ചു വിടുമല്ലേ. അവരിത് അവിടെ എങ്ങനെ നിൽക്കുന്നുണ്ട്. നമ്മൾക്ക് രാവിലെ എണീച്ചാൽ 4 മണിക്ക് സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ റെസ്റ്റ് ഇല്ല കേട്ടോ. ഇങ്ങനെ ഇതിൻ്റെ ബാക്കിൽ തന്നെ ഇവരെല്ലാം കഴുകുക, ഇവർക്ക് വെള്ളം കൊടുക്കുക, ഇവരെ തൊടിയിൽ കൊണ്ട് വിടുക. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം 1 മണി 1:15 കറന്നു കഴിഞ്ഞാൽ പിന്നെ ഇവരെ വിടില്ല. അത് കഴിഞ്ഞ് പിന്നെ ആടിനെ അയച്ചു വിടാറ്. ആട് നേരത്തെ അയച്ചു വിടുന്ന സമയത്ത് നമ്മൾ ഈ തൊടിയിൽ തന്നെ നിൽക്കുമായിരുന്നു. ഇപ്പോൾ അവർക്ക് തിന്നാനൊന്നും ഇല്ലല്ലോ, അപ്പോൾ അവരിങ്ങനെ പുറത്തേക്ക് ചാടി തുടങ്ങുമ്പോഴാണ് നമ്മളെ കൂടെ പോണേ. പട്ടികളുടെ ഭയങ്കര ശല്യമല്ലേ. എന്താണ്ട് അവർ 2 പേരും ഇവിടെ നിൽക്കണേ. ഒന്നുമില്ല, എല്ലാം ഉണങ്ങി. എല്ലാ വർഷവും ഇങ്ങനെ ഉണങ്ങാറില്ല. ഇപ്രാവശ്യം തുലാവർഷത്തിൽ മഴ കിട്ടിയിട്ടില്ലല്ലോ. 2 മഴയോ 3 മഴയോ എന്താ കിട്ടിയിട്ടുള്ളൂ. അത് കാരണമെങ്കിൽ ഫെബ്രുവരി ഒക്കെ ആകുമ്പോഴേ ഇച്ചിരിയൊക്കെ ഉണങ്ങുള്ളൂ. വേണ്ട, ഇപ്രാവശ്യം എല്ലാം ഉണങ്ങി, എല്ലാം ഉണങ്ങിപ്പോയി. പിന്നെ നമ്മളെ തെങ്ങ് അതാണ്ട് അവിടെ നിൽക്കുന്നു. തെങ്ങ് നനയ്ക്കാൻ തുടങ്ങണമല്ലോ. തെങ്ങ് നനച്ചിട്ടും കാര്യമില്ല, ഇത്രയും തെങ്ങ് നനച്ച് വരുമ്പോഴേക്കും അങ്ങനെ വരില്ല. ഇനി ഇവരാൾക്ക് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഇവർക്കും ഇത്തിരി പാട് തന്നെയാണ്. നമ്മൾ വൈക്കോല് കൊയ്ത് കഴിഞ്ഞാൽ കെട്ടാക്കി വയ്ക്കാറുണ്ട്. ഇപ്രാവശ്യം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, നമ്മൾ വൈക്കോല് മേടിച്ച് കെട്ടി അത് അട്ടിയിട്ട് വെച്ചായിരുന്നു. അത് മഴ സമയത്ത് അങ്ങനെ മറിഞ്ഞു പോയി, പകുതി കേടുവന്നു പോയി. പിന്നെ കൊയ്യുന്ന വരെ അവർക്ക് പുല്ലരിയ രാവിലെ എണീച്ച് ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പാടത്തേക്ക് ഓടണ്ടോ പുല്ലരിയാനായിട്ട്. ഇവരിപ്പോൾ തീറ്റ കൊടുക്കണ്ട, വൈകുന്നേരത്തേക്ക് അവർക്ക് ഫുള്ളായി തിന്നാൻ കൊടുക്കണ്ടേ. അപ്പോൾ നമ്മൾ പോവാറുണ്ട്. പോയി ഇവർക്കുള്ള 2 കെട്ട് ഡെയിലി പോയി എടുത്തിട്ട്, നമ്മളങ്ങനെ വാടി വയ്ക്കില്ല. ഡെയിലി രാവിലെ 2 കെട്ട് പോയി അറുത്തിട്ട് വന്നിട്ട് അവർക്ക് രാത്രിക്ക് തിന്നാനുള്ളതാക്കി വയ്ക്കാനുണ്ടോ വെക്കണേ. നമ്മൾ കഴിച്ചില്ലെങ്കിലും ഇവർക്ക് ഫുള്ളായി ഫുഡ് കൊടുക്കണമല്ലോ, അതല്ല എൻ്റെ ഒരു ശരി. എന്നാലല്ലേ ഇവർ നമ്മൾക്ക് വല്ലതും തരുള്ളൂ. നമ്മളിവരെ ആശ്രയിച്ചല്ലേ ജീവിക്കുന്നത്.